ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് ആരാകണമെന്നത് സംബന്ധിച്ച ചർച്ചകൾ ഇടതുമുന്നണിയിൽ തുടങ്ങി. നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ എം ഹാഷിറിന്റെ പേരാണ് പ്രധാനമായും കേൾക്കുന്നതെങ്കിലും മുൻ വൈസ് പ്രസിഡന്റായിരുന്ന ജി രമേശ് കുമാറിന്റെ പേരും പറയുന്നുണ്ട്. ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് ആരാകണമെന്നത് സംബന്ധിച്ച് ഇടതുമുന്നണിയിൽ ചർച്ചകൾ സജീവമായി. ജനറൽ വിഭാഗത്തിനാണ് ഇവിടെ പ്രസിഡന്റ് സ്ഥാനം നീക്കിവെച്ചിരിക്കുന്നത്. നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ എം ഹാഷിറിന്റെ പേരാണ് പ്രധാനമായും പറഞ്ഞു കേൾക്കുന്നതെങ്കിലും മുൻ വൈസ് പ്രസിഡന്റായിരുന്ന ജി രമേശ് കുമാറിന്റെ പേരും പറയുന്നുണ്ട്. CPM മാവേലിക്കര ഏരിയ കമ്മിറ്റി അംഗമാണ് ഹാഷിർ. ഇലിപ്പക്കുളം വെസ്റ്റ് വാർഡിൽ നിന്നുമാണ് ഹാഷിർ വിജയിച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാവായ സൽമാൻ പൊന്നേറ്റലിനെയായിരുന്നു ഇവിടെ പരാജയപ്പെടുത്തിയത്. ഇവിടെ LDF ഔദ്യോഗിക സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയതിനെ തുടർന്നാണ് ഡമ്മിയായി പത്രിക സമർപ്പിച്ച ഹാഷിറിനെ CPM സ്ഥാനാർത്ഥിയാക്കുന്നത്. ഹാഷിർ 1995 മുതൽ 2025 വരെ 6 തവണ ജനപ്രതിനിധിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് അംഗം, ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നീ നിലകളിലും ഹാഷിർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റായ ജി രമേശ് കുമാർ CPM മാവേലിക്കര ഏരിയ കമ്മിറ്റി അംഗമാണ്. രമേശ് കുമാർ മുൻപ് 4 തവണ ജനപ്രതിനിധിയായിട്ടുണ്ട്. 22 വാർഡുകളുള്ള ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ UDF 7, LDF 14, NDA 1 എന്നിങ്ങനെയാണ് കക്ഷിനില. CDNet ന്യൂസ്, കായംകുളം.